അത് നീ വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളോ? ഞാൻ പറഞ്ഞടാ, പക്ഷെ നിനക്കറിയാലോ അവർ സമ്മതിക്കില്ലടാ. അവരിപ്പോ സമ്മതിക്കാനുള്ള കാരണം പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെയാണോ ഈ ജാതി മാമലാണ് പ്രശ്നം? എന്തോ ഇപ്പൊ രണ്ടുപേരും രണ്ട് ജാതി നടന്നുകൊണ്ട് തന്നെ എന്നെ തുടങ്ങിയത്. അന്നൊന്നും ഇല്ലായിരുന്നല്ലോ, ഇന്നിപ്പോ പെട്ടെന്ന് തന്നെ. എടാ അതൊക്കെ ശരിയാണ്, ബട്ട് പേരൻസ് അല്ലേടാ എന്നെ ഇത്രയും വളർത്തിയതല്ലോ. അത് ശരി, ഞാൻ മനസ്സിലാക്കാത്തതാണല്ലോ പ്രശ്നം. എൻ്റെ വീട്ടുകാർ ഈ 21-ാം നൂറ്റാണ്ടിലും ഇതുകൂട്ട് അന്ധവിശ്വാസമായിട്ട് നടക്കുന്നത്. പിന്നെ ഞാൻ എന്താടാ ചെയ്യാ, നീ തന്നെ പറ. ഈ പിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നേഹിച്ചത്. ലൈഫ് ലോങ് ഹാപ്പിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ? ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലം ഇപ്പം നീ ഹാപ്പിയിലായിരുന്നോ? ഇനിയിപ്പം അങ്ങനെ അല്ലാതെ ഈ ജാതി മതം വെച്ചാൽ ഈ പ്രാന്തിന് നീയും കൂടെ അവരെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് മനസ്സിലാവും, പക്ഷേ നീ ഒരു പണി ചെയ്യും, നീ അവരുടെ ഇഷ്ടത്തിന് കൂട്ടി നിൽക്കും. ചെല്ലു പൊക്കോ. എടാ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, അതേസമയം എൻ്റെ പേരൻസിനെ വിഷമിപ്പിക്കാനും പറ്റുന്നില്ല. അപ്പം നമ്മുടെ സ്റ്റോറിയും സ്ഥിരം രീതിയിൽ തന്നെ എൻ്റെ ആയിക്കൊള്ളില്ല. ഇല്ല അർജുൻ, അങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് അവരെ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു. പ്ലീസ്, ഞാൻ അവരെ ഒന്നുകൂടെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്ക്. എനിക്ക് നീ ഇല്ലാത്ത ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാൻ എനിക്കറിയാമല്ലോ. ഇതെന്താ വേണം നമ്മളാ പറയുന്നത്? നീ അവരൊന്നും ബോൾഡായിട്ട് സംസാരിക്കുക. എടോ, നീ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്ക്. എനിക്ക് പോകാൻ എനിക്കറിയാലോ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി ഞാൻ നീയും അവരെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പൊ അതിനകത്തുള്ള വിവരം കൂടെ നമ്മൾ കാണിക്കണം. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷേ അവരെ മനസ്സിലാക്കണ്ടേ അർജുൻ? പക്ഷെ എന്തൊക്കെ വന്നാലും ശരി, നമ്മൾ വിരിയില്ല. എനിക്കത് പറയാനുള്ളൂ. ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർ ബോൾഡായിട്ട് കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. ഈ റിലേഷനൊക്കെ സക്സസ് ആകുന്നില്ല കാരണം ആൺപിള്ളേരല്ല പെൺപിള്ളേരാണ്. അവർ മനസ്സ് വെച്ചാലാണെന്ന് ഇതൊക്കെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അത് നീ ഒന്ന് മനസ്സിലാക്കുക. ഓക്കേടാ, നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എവിടെയാ നീ ഇപ്പോൾ? ടെൻഷൻ ആവണ്ട കേട്ടോ. എൻ്റെ പൊന്നിൻ്റെ മനസ്സിലെന്നും നീ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ഞാൻ പ്രോമിസ് ചെയ്യാം. നമ്മൾ പിരിയില്ല, എനിക്ക് നിന്നെ വേണം. നീ കൂടെയുള്ളപ്പോൾ ഞാൻ അത്രയും ഹാപ്പിയാണ്. നീ എനിക്ക് ഇപ്പോഴും തരുന്ന ഈ ഒരു സപ്പോർട്ടും കൂടെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റാത്തത് മനസ്സിലായോ? നീ വീട്ടിൽ ധൈര്യമായിട്ട് സംസാരിക്കുക, അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വിശ്വാസം അതാ. ടേക്ക് കെയർ അർജുൻ. ഓക്കേടാ. ഓക്കെ. തനിക്കെന്നെ ഇഷ്ടമല്ലെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയതും എൻ്റെ തെറ്റ് തന്നെയാണ്. ഇതെല്ലാം തെറ്റാണെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ട് തന്നോട് ഇത്രയേറെ ഇഷ്ടമെന്ന് എനിക്കറിയില്ല. ലൈഫ് ലോങ് ഹാപ്പിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലം ഇപ്പം നീ ഹാപ്പിയിലായിരുന്നോ? ഈ ജാതി മതം വെച്ചുള്ള പ്രാന്തിന് നീ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യും. എപ്പോഴും പഠിത്തം പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചൂണ്ടയിടാൻ ഇവക്ക് ഇടുന്ന സമയം. അതേടി, എനിക്ക് പ്രേമത്തെയും കല്യാണത്തെക്കാളും എന്റെ പഠിത്തമാണ് മുഖ്യം. അതുകൊണ്ടാണോ? അത് മാത്രമല്ല, എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തനാണ്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ ഒറ്റ വോട്ടേ പോകത്തുള്ളൂ. എന്നാൽ എന്റെ മോളാണ് പോകുന്നതെങ്കിൽ ആ ഒറ്റ വോട്ട് 1,00,000 വോട്ടിന് തുല്യമാണ്. വേണ്ടിപ്പോകരുത്. തീരുമാനിച്ച കല്യാണം നടക്കും.
നിന്റെ പഠിത്തവും ആട്ടവും ഒക്കെ ഇനി നിർത്തിക്കോ. നിന്നത് എട്ടും കുത്തും ഒരേ ജാതി മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ജാതി ആയിട്ട് നോക്കുന്നില്ല. ഇതെന്തെങ്കിലും സ്ത്രീകൾ പ്രോത്സാഹിപ്പിക്കുന്നത് അമ്മ ഒരു ബുക്ക് മേടിക്കാൻ പൈസ അലമാരിയിൽ ഇരിപ്പുണ്ട്. ബുക്ക് മേടിക്കാൻ തന്നെയാണോ? മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ആരെ കുറിച്ച് പറയണേ? മലയാളിയാണോ നടൻ? അതെ, മലയാളം. നായകന്റെ പടമാണോ? അത് തന്നെ. ഏത് നായകനെ കുറിച്ചാണ് ആരാടാ അത്? നിങ്ങൾ ഹാപ്പി സിനിമ. എന്റെ മോനെ, ഞാൻ പുള്ളിയുടെ ഫാനായി പോയി. എന്താ ലുക്ക്, എന്താ ഡാൻസ്, എന്താ ഫൈറ്റ്, ക്ലൈമാക്സ് ഒക്കെ കരഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളിത് ആരെ കുറിച്ച് പറയണേ? മലയാളിയാണോ നടൻ? CD കടയിൽ പോയല്ലേ? ആ, ഹാപ്പിയുടെ CD വാങ്ങും. എന്റെ മോനെ, എന്നാ പുതിയ പടം എന്നറിയാം. ഞങ്ങളൊക്കെ പുള്ളിയുടെ ഫാൻസാ. ബുക്ക് മേടിക്കാൻ പൈസ തരാമോ? അലമാരിയിൽ ഇരിപ്പുണ്ട്, എടുത്തോ. ബുക്ക് മേടിക്കാൻ തന്നെയാണോ? ഇതെല്ലാം തെറ്റാണെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ട് തന്നോട് ഇത്രയേറെ ഇഷ്ടമെന്ന് എനിക്കറിയില്ല. സ്നേഹിക്കുന്നവർ എന്ത് ചോദിച്ചാലും അത് കൊടുക്കണമല്ലോ. എന്റെ ഭഗവതി ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഞാൻ അവരെ കൊല്ലും സാർ. അത്രയ്ക്ക് ജീവനാ സാർ എനിക്ക് ഭഗവതിയെ. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ സാർ. പൊന്നു പറഞ്ഞേ. അർജുൻ, നീ എത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വാ. എന്റെ പേരൻസിനെ എന്നെ കാണുന്നു. നീ ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആണോന്നോ? നാളെ എന്റെ അല്ലൂർജിന്റെ ഹാപ്പി റീ റിലീസാ. നീ തിരിച്ചു തന്നെ എനിക്കറിയായിരുന്നു. നാളെ നീ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ആയിട്ട് നമുക്ക് ഹാപ്പി ആണെങ്കിൽ പോയാലോ? പിന്നെന്താ, പോയേക്കാം.